ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മൾ ചെയ്യുന്ന ഒരു അടിപൊളി ഹീറ്റിംഗ് ചലഞ്ചാണ്. ഹീറ്റിംഗ് അല്ല, ഡ്രിങ്കിങ് ചലഞ്ച്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഐറ്റം എന്ന് വെച്ചാൽ തണ്ണിമത്തങ്ങയാണ്. നിങ്ങളുടെ തണ്ണിമത്തങ്ങ എന്നാണ് പറയുന്നത്. പല സ്ഥലത്തും പല പേരാണ് അങ്ങനെയൊക്കെ പറയും. നമ്മളുടെ തണ്ണിമത്തൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചലഞ്ച് എന്ന് വെച്ചാൽ തണ്ണിമത്തൻ ജ്യൂസ് ഡ്രിങ്കിങ് ചലഞ്ച്. ഇത് നമ്മൾ തന്നെ എല്ലാം സെറ്റാക്കി കേട്ടോ. ഇത് ടോട്ടൽ വന്നിട്ട് 20 ഗ്ലാസ് ഉണ്ട്. അപ്പോൾ ഈ ഒരാൾക്ക് 10 വെച്ചിട്ടാണ്. അപ്പോൾ ഏറ്റവും ആദ്യം ഇത് ഫുള്ള് കഴിച്ചു കഴിയുന്നവരാണോ അയാളായിരിക്കും വിന്നർ അല്ലേ? ഓക്കെ. അപ്പോൾ നല്ല തണുപ്പുണ്ട്. നല്ല ഇപ്പം ചൂട് കാലത്ത് നല്ല പറ്റിയൊരു ഐറ്റാണിത്. അതെ, നമുക്ക് ഇപ്പം എല്ലായിടത്തും ഇത് ഇപ്പം കിട്ടും. കാരണം ചൂടുകാലത്ത് ഇത് നല്ലതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ചലഞ്ച് അതാണ്. അപ്പോൾ എന്താണ്, നമുക്ക് നേരെ വീഡിയോയിൽ കിട്ടും. അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇതിന് ലാസ്റ്റ് എന്തായാലും പണിഷ്മെന്റ് ഉണ്ടാവും പോക്കുന്നത്. നമ്മുടെ ഈ ഒരു ഇതിന് ടൈം നമ്മൾ വെക്കുന്നത് 5 മിനിറ്റ് ആണ്. അപ്പോൾ 5 മിനിറ്റുള്ളിൽ ഏറ്റവും കൂടുതൽ ഇത് കുടിച്ച് കഴിയണം, അയാളായിരിക്കും വിന്നർ. അപ്പോൾ നമ്മുടെ ടൈമറൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്തല്ലോ. ഓക്കെ, 3, 2, 1 സ്റ്റാർട്ട്. വയറ് നിറഞ്ഞു. വെള്ളം ഉണ്ട് പെട്ടെന്ന് കിടക്കും. അപ്പോൾ ഇതിപ്പോൾ ജ്യൂസ് ആയിരുന്നെങ്കിൽ ഇപ്പം ടാങ്ക് കലക്കിയതോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് കുടിക്കാം. പക്ഷെ ഇതിനകത്ത് കഴിക്കാനും ഉണ്ടല്ലോ, ചവച്ച് കഴിക്കണം. അതുകൊണ്ട് ഭയങ്കര ഇറങ്ങുന്നില്ല. ആദ്യം പറഞ്ഞത് ഫുള്ള് 5 മിനിറ്റ് വേണ്ട, ഫുള്ള് കഴിക്കാനൊക്കെ പറഞ്ഞു. കടയിൽ ഓടിച്ച് നടന്നില്ല. അപ്പോൾ നമ്മളിതിൻ്റെ പകുതി പോലും കുടിച്ചിട്ടില്ല. 5 ഗ്ലാസ് പോലും കുടിച്ചിട്ടില്ല. അപ്പം ഞാൻ എത്ര കുടിച്ചു കാണിക്കാം.
1 അത് കിടക്കൂല 2 3 ഞാൻ 3 പിന്നെ ഞാൻ 3.5 ഗ്ലാസ് കുടിച്ചു. ഞാൻ 3. അപ്പോൾ ഗൈസ് എന്തായാലും ഇന്നത്തെ ഈ ഒരു തണ്ണിമത്തൻ ഡ്രിങ്കിങ് ചലഞ്ചിൽ ആരാണ് വിന്നർ അയക്കുന്നത്? ഞാൻ. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ ലാസ്റ്റ് പണിഷ്മെന്റ് എന്തായാലും ഉണ്ടാവുമെന്ന്. പണിഷ്മെന്റ് ആയിട്ട് ഇതെല്ലാം കുടിക്കാമോ? ഇത് കുടിച്ചോ. അതല്ലേ പണിഷ്മെന്റ്. കുടിച്ചത് പണിഷ്മെന്റ് ആയിട്ട് മൊത്തം കുടിക്കോ നോക്കാം. ഇത് തന്നെ കുടിക്കാൻ വേണം. അപ്പോൾ ഇത് മൊത്തം കുടി. ഇത് വിചാരിക്കുമല്ലോ പെട്ടെന്ന് വയറ് നിറയും നമ്മുടെ. അപ്പോൾ എന്തായാലും പണിഷ്മെന്റ് തരട്ടെ. പണിഷ്മെന്റ് അടുത്ത ഇരിപ്പുണ്ട്. നാരങ്ങ. സൂപ്പർ. ഇത് മധുരം കഴിച്ചിട്ടിരിക്കല്ലോ. അപ്പൊ ഇത് നാരങ്ങ ഈ തൊലിയോടുകൂടി ചവച്ച് കഴിക്കണം. തൊലിയോടുകൂടി ഞാൻ നീരൊഴിക്കാൻ പറ്റും. തൊലിയോടുകൂടി കഴിക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ പണിഷ്മെന്റ്. പിന്നെ ഫുള്ള് ചവച്ചിറക്കില്ല, ജസ്റ്റ് ചവച്ചവരെ അങ്ങനെയൊന്നുമില്ല. ചലഞ്ചിന് അങ്ങനെയൊക്കെ ചെയ്യണം. തൊലിയോടുകൂടി ചവയ്ക്കാം. തൊലിയോട് ചവയ്ക്കാം. വായി വെക്കാൻ ടെൻഡൻസി തന്നെയല്ലോ. അല്ലെങ്കിൽ ഇത് മൊത്തം കുടിച്ചോ മാറ്റി വെച്ചിട്ട്. എന്റെ വാവ് പൊളിക്കുന്നു. ഓക്കെ, അപ്പൊ അത് ചവച്ചിട്ടുണ്ട് അത്യാവശ്യം. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു ചലഞ്ചും അടിപൊളിയായിരുന്നു, പണിഷ്മെന്റും അടിപൊളിയായിരുന്നു. അപ്പൊ ഗൈസ് അത്ര ഉള്ളു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ ചലഞ്ച് ചെയ്താൽ നിങ്ങൾ എത്ര കുടിക്കാൻ പറ്റുമെന്ന് കമന്റ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കാം. അപ്പോൾ മനസ്സിലാവും. അപ്പൊ ഞങ്ങൾ ആദ്യം വെച്ചത് സിമ്പിൾ ആയിരിക്കും, ഭയങ്കര എളുപ്പമായിരിക്കും. പക്ഷെ ഇത് കുറച്ച് ടാസ്ക്കാണ്. കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ചൂടുകാലമൊക്കെ അടിക്കുന്നത് വളരെ ഹെൽത്തിയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ഇതൊക്കെ കഴിക്കാം. എല്ലാവരും ഇതൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പൊ എന്തായാലും ഇന്നത്തെ ചലഞ്ച് അതാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വരാം. അതുവരേക്കും till then, bye bye.